സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി ഏകദേശം 15 കൊല്ലം സ്കൂളിങ്ങിലൂടെ പുറത്തു വന്നതിന് ശേഷവും അവൻ നാട് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റാന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സ്കൂളിങ്ങിന്റെ അല്ലെങ്കിൽ പാരന്റിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുമല്ലോ. പലപ്പോഴും ഈ ജീവിത പ്രശ്നങ്ങൾക്ക് പിറകിൽ രക്ഷിതാക്കൾ ഓടുന്ന സമയത്ത് കെയർ ചെയ്യാൻ കഴിയാതെ പോയ ഒരു വിഭാഗമായിരിക്കും കുട്ടികൾ. അവർക്ക് ആവശ്യമുള്ള ഇമോഷണൽ കെയറോ മറ്റോ കിട്ടാതെ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഒരു സൊസൈറ്റിയിൽ നല്ല കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല യുവത ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. അവിടെ ഒരു നോളജ് ട്രാൻസ്ഫറിന് ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്. ഈ കുട്ടികൾ ടെക്നോളജിയിൽ മാത്രമേ ഇവോൾവ് ആയിട്ടുള്ളൂ. ഇവരുടെ മനോനില ഇവോൾവ് ആയിട്ടില്ല, അവരുടെ വാല്യൂ സിസ്റ്റംസ് ഇവോൾവ് ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ട്രാൻസ്ഫറിനുള്ള ഹ്യൂമൻ ലൈബ്രറികളായിട്ട് മാറാൻ കഴിയും 50കളൊക്കെ കഴിഞ്ഞ ആളുകൾക്ക്. അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജികൾ നമ്മുടെ ജോലികൾ കീഴടക്കി തുടങ്ങിയാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള, മനുഷ്യത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലമായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.